പൊന്നാനിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നാണ് നമ്മൾ അറിയാനുള്ളത്. ഞാൻ പൊന്നാനി പോയപ്പോൾ അവിടുത്തെ ഏറ്റവും സജീവമായ ഒരു ചർച്ച എത്ര വോട്ടുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വിഭാഗത്തിന് LDFന് പിടിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. അത് ആ സംഘടന KS ഹംസയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതിലൂടെ നിർണായകമായ പങ്ക് വഹിച്ചു, അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് KS ഹംസ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്, CPM ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് ആദ്യം മുതലേ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ഈ സമസ്തയുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. ഇപ്പോൾ നമ്മൾ പല സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. KS ഹംസ നോമിനേഷൻ കൊടുക്കാൻ ഇറങ്ങിയത് പാണക്കാട് തങ്ങളുടെ ഖബർ സന്ദർശിച്ചുകൊണ്ട്, പാണക്കാട് ഹൈദരലി തങ്ങളുടെ ഖബറിൽ നിന്നാണ് അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയത് പോലും. ലീഗുകാരൻ സമ്മതിക്കുന്ന ഒരു കാര്യം, കുറച്ച് വോട്ട് എന്തായാലും കുറച്ച് വോട്ട് സമസ്ത വഴി ഹംസയ്ക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 2 ലക്ഷത്തിനടുപ്പിച്ച് 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് ജയിക്കുന്നത്. അത് നമ്മളുടെ ആദ്യത്തെ ഘട്ടം സർവേയിൽ ഇത് ഒരു 47% UDFും 30%, 17% ഡിഫറൻസ്. കഴിഞ്ഞ തവണ വോട്ടെടുപ്പിൽ അത് 19 ആയിരുന്നെങ്കിൽ നമ്മുടെ ഒന്നാം ഘട്ട സർവേയിൽ 17% ഡിഫറൻസിൽ UDF മുന്നിലായിരുന്നു, സമദാനി മുന്നിലായിരുന്നു. ഇത്തവണ അത് എന്താകുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും പൊന്നാനി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാനുള്ള സമയമായിരിക്കുന്നു. വരട്ടെ, പൊന്നാനി മാറ്റമൊന്നുമില്ല. സമദാനി 47%, 33% KS ഹംസ. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സർവേയുമായി താരതമ്യം ചെയ്താൽ KS ഹംസ ഒരു 3 പോയിന്റ് അധികം പിടിച്ചിട്ടുണ്ട്. പക്ഷേ സമദാനിയുടെ വോട്ട് ബാങ്ക് അനങ്ങാട് നിൽക്കുകയാണ്. 47%. അതായത് കഴിഞ്ഞ തവണ ET നേടിയ അതേ വോട്ട് ശതമാനം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഒന്നാം ഘട്ടത്തിൽ നേടിയ അതേ ശതമാനം സമദാനി നിലനിർത്തുന്നു എന്നുള്ളതാണ്. KS ഹംസ ഒരു 3% അധികം നേടിയിട്ടുണ്ട്. അതായത് പൊന്നാനി 2014 കണ്ടതുപോലെ വളരെ ശക്തമായ ഒരു മത്സരത്തിന് വേദിയാകുന്നില്ല. 1 ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് അവിടെ അബ്ദുൽ സമദ് സമദാനി ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഈ ഫലം പറഞ്ഞു വെക്കുന്നത്. കാരണം ഇപ്പോഴും 15% ഡിഫറൻസ് ആണ്. 15% മേൽക്കൈയാണ് KS ഹംസയ്ക്ക് മുകളിൽ അബ്ദുൽ സമദ് സമദാനിക്കുള്ളത്. ഇപ്പോൾ ഈ മണ്ഡലം മാറ്റം, ഇപ്പോൾ ET മലപ്പുറത്തേക്ക് പോകുന്നു, സമദാനി മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ തവനൂർ പോലെ, അതല്ലെങ്കിൽ തൃത്താല പോലെയുള്ള മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയ്ക്ക് പോലും സമദാനിക്ക് കുറച്ച് കടന്നു ചെല്ലാൻ കഴിയും, അങ്ങനെ വോട്ട് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് ഉദ്ദേശിച്ചതുപോലെ, UDF ഉദ്ദേശിച്ചതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, സമസ്തയുടെ വോട്ട് KS ഹംസയ്ക്ക് ഒറ്റ അതുപോലെ ചെല്ലുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു സംശയമില്ല, അങ്ങനെ ചെല്ലില്ല. പൊന്നാനി എന്നുള്ള പേരുള്ള മണ്ഡലം 2004 ഇടത് സുനാമിയിൽ പോലും UDFനൊപ്പം നിന്നതാണ്. ഇത്തവണ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. നിവേദിത സുബ്രഹ്മണ്യൻ ആണ് അവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. 13% വോട്ട് നേടിയേക്കാം എന്ന് നമ്മുടെ സർവേ പറയുന്നു. അത് മുൻപ് ആദ്യഘട്ടത്തേക്കാൾ അല്പം കുറവാണ്. അപ്പോൾ ഈ മുന്നണികൾ തമ്മിലുള്ള ശക്തമായ മത്സരം വരുമ്പോഴത്തേക്ക് BJP അവിടെ അല്പം പുറകോട്ട് പോകുന്നു.